പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും. പുറപ്പാട് പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായം 13-ാമത്തെയും 15-ാമത്തെയും വാക്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉറച്ചു നിൽക്കുവാനും, 15-ാമത്തെ വാക്യത്തിൽ പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുന്നോട്ട് പോകാനുമാണ്. ഇസ്രായേലിനോട് മോശ പറയുന്ന വാക്കുകളാണ്. ദൈവം മോശയോട് ഇസ്രായേലിനോട് പറയാൻ ആവശ്യപ്പെടുകയും മോശ അത് ഇസ്രായേലിനോട് പറഞ്ഞ വാക്കുകളുമാണ് അത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. മിസ്രൈമിൽ 430 വർഷമാണ് ഇസ്രായേൽ അടിമത്തത്തിലായിരുന്നത്. 430 വർഷം മിസ്രൈമിലേക്ക് അവർ പോകുന്നത് അവിടുത്തെ ഫറവോന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ടാണ്. അവർ യോസേഫ് മുഖാന്തരമാണ്, യോസേഫിനാലാണ് 70 പേരായിട്ടാണ് അവർ മിസ്രൈമിലേക്ക് പോകുന്നത്. അന്ന് അവർ ഗോശൻ എന്ന ദേശത്തിൽ അവർ പാർത്തിരുന്നു. അവർ അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, സുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജോസഫിന്റെ തലമുറകളായിരിക്കുന്ന ഇസ്രായേലിനെ അറിയാത്ത ഫറവോകൾ അവിടെ ഭരിക്കാൻ തുടങ്ങി. ഫറവോകൾ എന്ന് പറയുമ്പോൾ പട്ടപ്പേരാണ്. ഫറവോൻ ഒരാളുടെ പേരല്ല, ആ പൊസിഷൻ അല്ലെങ്കിൽ ആ ചക്രവർത്തിക്ക് വിളിച്ചിരുന്ന പേരാണ് ഫറവോൻ എന്ന്. അപ്പൊ ഫറവോകൾ ഇങ്ങനെ മാറി മാറി വരാൻ തുടങ്ങി. അങ്ങനെ പലരും മാറി മാറി വരുന്ന കൂട്ടത്തിൽ ഈ ഒരു ജനത വർദ്ധിക്കാനും വളരാനും തുടങ്ങി. ഇവരെ കണ്ട് അന്നത്തെ ഗവൺമെന്റിന് ആശങ്കയുണ്ടായി. അവർക്കുണ്ടായ ആശങ്ക, ഇവരിനി വളർന്നു വന്നാൽ ഞങ്ങളുടെ രാജ്യത്തെ പിടിച്ചടക്കുമോ, ഇവർ ബലവാന്മാരായി തീർന്നാൽ രാജ്യത്തെ പിടിച്ചടക്കുമോ എന്നുള്ള ആശങ്കയാൽ അവർക്ക് കട്ടതകൾ കൊടുക്കാൻ തുടങ്ങി. അവർ അടിമപ്പണി ചെയ്യിപ്പിക്കാൻ തുടങ്ങി, അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അനന്തരം അവർ തങ്ങളുടെ ദൈവത്തോട് നിലവിളിക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ 430 വർഷമാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ, മിസ്രൈമിൽ അഥവാ ഈജിപ്തിൽ അവരായിരിക്കുന്നത് 430 വർഷം. ഈ 430 വർഷം കഴിഞ്ഞപ്പോൾ മോശയിലൂടെ ആ ജനത്തെ വീണ്ടെടുത്ത് കൊണ്ടുവരികയാണ്. വീണ്ടെടുത്ത് കൊണ്ടുവരുമ്പോൾ അവര് 10 അത്ഭുതങ്ങൾ ദൈവം അവിടെ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ചെയ്തു. അവിടുന്ന് വിടുവിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തു. അവർ പ്രയാണം ചെയ്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. പിന്നെ ഓരോ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്തു, പർവ്വതങ്ങളിലൂടെ യാത്ര ചെയ്തു. പല നിലകളിലൂടെയാണ് അവരുടെ യാത്രയായിരുന്നു. കഠിനമേറിയ യാത്രകളാണ്, ദുർഘടമുള്ള യാത്രയാണ്. വെള്ളമില്ലാത്ത അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. പല നല്ല സാഹചര്യങ്ങളിലൂടെ അവർ പോയിട്ടുണ്ട്. എന്നാൽ ഇവരിപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ചെങ്കടലിന്റെ മുമ്പിലാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ നേരിടുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഫറവോൻ വീണ്ടും ഇവരെ പിന്തുടരാൻ തുടങ്ങി. കാരണം ഫറവോന് തന്റെ രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അടിമപ്പണി ചെയ്യാൻ ഇവിടെ ആളില്ലാതെയായി. അപ്പോൾ ഫറവോൻ ചിന്തിച്ചു, ഇനി അവരെ വിട്ടാൻ പറ്റില്ല. അവിടെ പുറകാലെ പോയി അവരെ വീണ്ടും ഞാൻ ടോർച്ചർ ചെയ്യുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ അവർ ഭയന്നിട്ട് തിരിച്ച് തന്റെ രാജ്യത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഫറവോൻ ചിന്തിച്ചിട്ട് ഫറവോൻ ഇവരുടെ പുറകാലെ കൂടാൻ തുടങ്ങി. അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ ആ ഭാഗങ്ങളെ വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ കാര്യമാണ്. അപ്പൊ ഫറവോൻ പുറകാലെ വന്നപ്പം ജനമെല്ലാം ഭയന്നു. കാരണം വീണ്ടും അടിമത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുമോ, ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് വെറുതെ ആയോ, മോശ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് വെറുതെ ആയോ എന്നുള്ള ചിന്തകളെല്ലാം അവരുടെ മനസ്സിലുണ്ടായ ആശങ്കയായി. പിന്നെ അവർ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ചെങ്കടലിന് മുമ്പിലുമാണ്. പ്രകാരം അവർക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പൊ ഈ രണ്ടിന്റെയും മധ്യത്തിൽ എത്തിയപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ നിലവിളിക്കാനും തുടങ്ങി. കാരണം ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു, ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോ പലപ്പോഴും മനുഷ്യരെല്ലാവരും എത്തിച്ചേർന്ന് നിൽക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ നിലവിളിക്കും, മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ അവസരങ്ങളിലാണ് മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ അവൻ ആ സാഹചര്യങ്ങൾ ഒളിച്ചോടാൻ നോക്കുന്നത്, സാഹചര്യങ്ങളുടെ നടുവിൽ കരയാൻ നോക്കുന്നത്, പിന്നെ അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗവേദിയിലെല്ലാം പറയുന്ന ഒരു കാര്യം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ കണ്ട് ചില തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ആ പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. 2, നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെ കഴിയണമെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങളെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എടുക്കേണ്ടിയിരിക്കുന്നു. പ്രതിസന്ധി വരുമ്പോൾ എടുക്കേണ്ട തീരുമാനത്തിൽ ഒന്ന് ഇങ്ങനെയാണ്: ഞാൻ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഒളിച്ചോടുകയില്ല എന്നൊരു തീരുമാനം നമ്മൾ കൈക്കൊള്ളണം. 2, ഞാൻ ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ കരയുകയില്ല എന്നൊരു തീരുമാനം എടുക്കാൻ നമുക്ക് തയ്യാറാകണം. 3-ാമത്തെ കാര്യം, ഞാൻ പ്രശ്നങ്ങളുടെ നടുവിൽ ആത്മഹത്യ ചെയ്യുകയില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതിനെ ഫേസ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും മറ്റുമെല്ലാം പ്രശ്നങ്ങളെ അതിജീവിക്കണം, മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വസ്തുതകളെ സംബന്ധിക്കുന്ന
ആഴമായ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ നമുക്ക് ലഭിക്കാറില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വസ്തുതയെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഭാഗങ്ങളാണ് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് തുടർന്നും ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടു, മുന്നോട്ട് പോകാൻ സാഹചര്യമില്ലാതെ ജനം നിലവിളിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം നൽകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ വെൽ ട്രെയിൻഡ് ആക്കുകയാണ്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. കാരണം ആ ഓരോ സാഹചര്യങ്ങളെയും ഘട്ടങ്ങളെയും അതിജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നു, അവരെ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിച്ച് അവർ നേരിടാൻ പോകുന്ന വിഷയങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദൈവം അവരെ പഠിപ്പിക്കുക. ആ ഒരു ഭാഗമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ 3 ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. പഴയ നിയമത്തിന്റെ 2 ഭാഗങ്ങളും പുതിയ നിയമത്തിന്റെ 1 ഭാഗം. പഴയ നിയമത്തിൽ ഇപ്പോൾ അവർ അഭിമുഖീകരിച്ചിരിക്കുന്ന വിഷയത്തിന്റെ നടുവിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, 1 ഫറവോൻ അവരുടെ പുറകാലെയുണ്ട്, 2 അവര് ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ 2ന്റെ നടുവിൽ അവർ നിലവിളിക്കുന്ന സമയത്താണ് മോശ മുഖാന്തരം ഇസ്രായേലിനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഇസ്രായേലിനോട് മോശ പറയുന്നു, ഉറച്ചു നിൽക്കണം, ഇപ്പോൾ 2 നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോ അതിനു വേണ്ടി ദൈവം ചെയ്തത് എന്താണ്? അതിന്റെ ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശയോട് ദൈവം ആവശ്യപ്പെടുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന വടി ഈ ചെങ്കടലിന്റെ നേരേക്ക് നീ നീട്ടണം, ഈ ചെങ്കടൽ ഞാൻ വിഭാഗിക്കും. മോശ ജനത്തോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് മോശ തന്റെ ജനത്തെ ഈ വടി ചെങ്കടലിന്റെ നേരെ നീട്ടി ചെങ്കടൽ 2ആയി പിളർന്നു മാറുകയാണ്. 2 ഭാഗത്ത് നമുക്ക് ചുവരുകൾ നിൽക്കുന്നത് പോലെ അത്ഭുതകരമായ നിലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ ചെങ്കടലിന്റെ നടുവിൽ ഇറങ്ങി വന്നു. ചെങ്കടൽ 2ആയിട്ട് വിഭാഗിക്കപ്പെട്ടു. അതിന്റെ നടുവിലൂടെ നടന്നു ഇസ്രായേൽ അക്കരെ കടക്കുക. അവിടെ അവർക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളെ നീക്കി ദൈവം നിങ്ങളെ മറുകര കടക്കുമാറാക്കും. ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവമുഖത്ത് നോക്കിയാൽ അവൻ ഒരു കാരണവശാലും ലജ്ജിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അത്ഭുതകരമായ നിലകളിലാണ് ദൈവം ആ പ്രവൃത്തി ചെയ്തത്. നമ്മൾ അതിന്റെ 15-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമുക്കറിയാം, കടൽ എന്ന് പറയുമ്പോൾ കടലിന്റെ കരയിൽ ഉള്ള ആഴമല്ല ഉള്ളിലോട്ട് പോകുമ്പോൾ. അപ്പൊ കടലിന്റെ സ്ഥിതി പലപ്പോഴും ഈ ഉള്ളിലോട്ട് പോകെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങി സ്റ്റെപ്പുകളിലൂടെ പോകുന്നത് പോലെ കുണ്ടും മേടുകളുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വന്നിരിക്കുന്ന ജനം 600,000 പുരുഷന്മാർ, അല്ലെങ്കിൽ 6 ലക്ഷം ജനം പുരുഷന്മാർ മാത്രം ഉണ്ടെന്നാണ് അവർ രേഖപ്പെടുത്തിയത്. അപ്പൊ ഇവർക്കെല്ലാം ഈ കയറി ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാൽ ദുർഘടമാണ്. അതിന് ദൈവം ചെയ്ത പ്രവൃത്തി ഞാൻ പറഞ്ഞു, 15-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അതിന്റെ ആ അടിയിലുള്ള വെള്ളം ദൈവം ഉറയ്ക്കുമാറാക്കി. എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മണൽ പോലെയും പാറ പോലെയും ദൈവം ആ വെള്ളത്തെ അങ്ങ് ഉറപ്പിച്ച് അത് സമനിലമാക്കി തീർക്കുകയും ആ സമനിലത്തിലൂടെയാണ് അവർ അക്കരയ്ക്ക് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ദൈവം നൽകുന്ന സന്ദേശം, ഏത് പ്രശ്നത്തിന്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ആ പ്രശ്നങ്ങളെ ദൈവം മാറ്റി അവനെ നടത്തി അക്കരയ്ക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ ദൈവം ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നീ ഭയപ്പെട്ടു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട, ചഞ്ചലിച്ചു പോകണ്ട. അതിന്റെ നടുവിൽ ഞാൻ നിന്നെ ആ പ്രശ്നങ്ങളെ മാറ്റി നടക്കുമാറാക്കും. ഇനി 2ാമത്, ഇവിടെ ഈ പ്രയാണത്തിൽ തന്നെ മോശയാണ് ഇവരെ ആദ്യം നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മോശ മരണപ്പെടുകയും മോശയ്ക്ക് ശേഷം ആ ശുശ്രൂഷ ഏൽക്കുന്നത് യോശുവയാണ്. മോശയ്ക്ക് ശുശ്രൂഷയൊക്കെ ചെയ്ത് നടന്ന മനുഷ്യനായിരുന്നു യോശുവ. മോശയുടെ മരണശേഷം ആ ശുശ്രൂഷ യോശുവ ഏൽപ്പിച്ചു. യോശുവ ഇവരെ നയിച്ചുകൊണ്ട് പോവാണ്. സമാനമായിരിക്കുന്ന മറ്റൊരവസ്ഥയിൽ യോശുവ ജനത്തെ നയിക്കുമ്പോൾ ഇവരെത്തിച്ചേർന്നത് ചെങ്കടലിന്റെ നടുവിലാണ് മോശ മുഖാന്തരം അവരെത്തിച്ചേർന്നെങ്കിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് യോർദാന്റെ മുമ്പിലാണ്. അപ്പൊ യോർദാൻ എങ്ങനെ ജയിക്കണം, യോർദാനിൽ എങ്ങനെ പോകണം എന്നുള്ള നിർദ്ദേശമെല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടണം, എന്നാലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവരുടെ പ്രതീക്ഷ ഇങ്ങനെയാണ്, അന്ന് ഞങ്ങൾക്ക് പ്രശ്നം വന്നപ്പോൾ മോശ മുഖാന്തരം ഇത് മാറ്റി ഞങ്ങളെ നടക്കുമാറാക്കും, അങ്ങനെയാണ് അവിടെ ചിന്തിച്ചത്. എന്നാൽ ദൈവം യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പറഞ്ഞ ഈ ഭാഗം 3-ാമത്തെ അധ്യായത്തിലാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ അധ്യായം അവര് യോർദാന്റെ മുമ്പിൽ എത്തിച്ചേരുകയാണ്. അപ്പൊ ദൈവം യോശുവയോട് പറഞ്ഞു, നീ ഈ യോർദാൻ കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട, ഞാൻ ഈ ജനത്തെ അക്കരയ്ക്ക് കടക്കുമാറാക്കും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാര് അവർ ഈ പെട്ടകം എടുത്തുകൊണ്ട് നടക്കണം. അവർ നടക്കാൻ തുടങ്ങുമ്പോൾ അവർ ഈ വെള്ളത്തിൽ
അവരുടെ കാലുകൾ വെക്കുന്ന സമയത്ത് അവരുടെ കാല് വെള്ളത്തിൽ വെക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ഞാൻ നിർത്തും. അപ്പോൾ എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അവർ നടക്കാൻ തുടങ്ങി. പെട്ടകം ചുമന്നുകൊണ്ട് അവർ നടക്കുകയാണ്. പെട്ടകം ചുമന്നുകൊണ്ട് ആ വെള്ളത്തിലൂടെ നടക്കുന്ന സമയത്ത് വെള്ളത്തിൽ അവർ കാല് വയ്ക്കുമ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. നമ്മൾ ഓർക്കണം, 3-ാമത്തെ അധ്യായം അതിന്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായിട്ടും 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: കൊയ്ത്തുകാലത്തെല്ലാം യോർദാന്റെ തീരം കരകവിഞ്ഞൊഴുകുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം മഞ്ഞുമലകൾ ഒഴുകി വേനൽക്കാലം വരുമ്പോഴത്തേക്ക് ഈ യോർദാനിലെ വെള്ളത്തോട് ചേർന്നിട്ട് യോർദാൻ കരകവിഞ്ഞ് ഒഴുകുന്ന മരണ യോർദാൻ എന്നൊക്കെ അപരനാമത്തിലാണ് ഈ യോർദാൻ അറിയപ്പെടുന്നത്. അത്രയും ശക്തമായ കുത്തൊഴുക്കാണ്. അപ്പൊ ഈ പെട്ടകം ചുമന്ന ആളുകള്, പുരോഹിതന്മാര് ഇതിലേക്ക് കാല് വെച്ചപ്പോൾ ആ പ്രശ്നം അവിടെ നടുവിൽ മാറി. ചെങ്കടലിനെ ദൈവം വിഭാഗിക്കുമ്പോൾ 2 ഭാഗത്തുമായി വെള്ളം നിന്നെങ്കിൽ ഇവിടെ യോർദാനിലെ വെള്ളം, ഒരു ഭാഗത്തെ വെള്ളം അരാബയിലെ ഉപ്പുകടലിലേക്ക് ഒഴുകിപ്പോയി. ഒരു ഭാഗത്തെ വെള്ളം ചിറ കെട്ടുന്നത് പോലെ, ചിറ പോലെ ഒരു ഭാഗത്തെ വെള്ളം ദൈവം അവരുടെ മുമ്പിൽ നിൽക്കുമാറാക്കി. അപ്പൊ അവർ ഈ നിലത്തൂടെ നടന്ന് ഒരക്കരയ്ക്ക് പോയി. അപ്പൊ 2ാമത്തെ ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നത്, പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. അവിടെ പ്രശ്നങ്ങളെ കണ്ട് ആ പ്രശ്നങ്ങളെ മാറ്റിയതുപോലെ ഇവിടെ ദൈവം നൽകുന്ന ട്രെയിനിങ് എന്ന് പറയുമ്പോൾ, പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെട്ടു പോകാതെ പ്രശ്നങ്ങളിലേക്ക് കാലുകൾ വെക്കാൻ തുടങ്ങണം. പ്രശ്നങ്ങളുടെ നടുവിൽ കരയുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത്. ആ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാണ്. അവിടെ യോശുവയുടെ നേതൃത്വത്തിലുള്ള ആ പുരോഹിതന്മാരും ജനങ്ങളും എല്ലാം ഈ യോർദാനിലേക്ക് ഇറങ്ങിയപ്പോൾ യോർദാനിലെ വെള്ളം നിന്നുപോയി, ഒഴുക്ക് നിന്നുപോയി. ഒരു ഭാഗത്തെ വെള്ളം ഒഴുകിപ്പോയി, ഒരു ഭാഗത്തെ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. അപ്പൊ 2ാമത് അവരെ പഠിപ്പിച്ചു, പ്രശ്നങ്ങളെ കണ്ട് മാറി നിൽക്കേണ്ട, കാലുകളെ വയ്ക്കുമ്പോൾ ദൈവം അത് മാറ്റി നൽകുമെന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കുകയുണ്ട്.